ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാം ആഴ്ചയിലേക്ക് കടന്നതോടെ കൂടുതൽ കലുഷിതമാക്കുകയാണ് ഹൗസിലെ അന്തരീക്ഷം. പരസ്പരം പോരടിച്ചും തർക്കിച്ചും ടാസ്കുകൾ പോലും പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവം ഹൗസിൽ അരങ്ങേറി. ശൈത്യ തന്റെ ജീവിതകഥ പറയുന്നതിനിടയിൽ ആര്യനും റെനയും ചിരിച്ചതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. വിഷയത്തിൽ ആര്യനെതിരെ കടുത്ത വിമർശനമാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകൾ ഉയരുന്നത്. ഹൗസിൽ ജിസേലും ആര്യനും തമ്മിലുള്ള ഗെയിം പ്ലാനാണ് നടക്കുന്നതെന്ന് ആരാധകരിൽ ചിലർ കുറ്റപ്പെടുത്തുന്നു. ഇത് സംബന്ധിച്ചൊരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ആര്യന്റെ ഹൗസ്മേറ്റ്സിനോടുള്ള അടിസ്ഥാന വികാരം പുച്ഛമാണ്. ജിസേലൊഴികെ ബാക്കി എല്ലാവരും തന്നേക്കാൾ കുറഞ്ഞവരാണെന്ന ചിന്ത ആളുടെ ശരീരഭാഷയിൽ തന്നെ പലപ്പോഴും കടന്നുവരും. പലപ്പോഴും ആര്യൻ പലരോടും കാണിക്കുന്ന മുഖഭാവങ്ങളും ബോറായി തോന്നിയിരിക്കുന്നു. ഹൗസിനുള്ളിൽ പക്ഷേ വളരെ ശക്തമായൊരു ഗ്രൂപ്പാണ് ആര്യൻ ജിസേൽ. അപ്പാനി അക്ബർ മെയിനായ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഇവരുടെ കോംബോ ഹൗസ്മേറ്റ്സുകൾ പോലും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. അക്ബർ അപ്പാനി അടക്കം ഇവരുടെ കീഴിലാണ് പലപ്പോഴും നിൽക്കുന്നത്. ത്യാഗം ടാസ്ക് കുളമാക്കിയ ആര്യനുമായി ശരത്തും അക്ബറും കോംപ്രമൈസിന് അങ്ങോട്ട് പോയത് തന്നെ ഇവരുടെ സ്വാധീനത്തിൻ്റെ തെളിവാണ്. അതേസമയം അനീഷിനെ ചാർജ് ചെയ്യാൻ ആവേശവും. ടോപ്പ് 2 വരുമ്പോൾ മാത്രം നമ്മൾ പരസ്പരം ഗെയിം കളിക്കും എന്നതാണ് ആര്യൻ ജിസേൽ ഗെയിം പ്ലാൻ തന്നെ. ശൈത്യ ജീവിതകഥ പറയുമ്പോൾ ആര്യൻ ചിരിക്കുന്ന പ്രൊമോ വീഡിയോ ഇപ്പോൾ വന്നു. അഭിലാഷ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ജിസേൽ ഉടൻ തന്നെ പറയുന്നത് അത് കരയുന്നതാണ് എന്നാണ്. ഇന്നലെ തലവടിക്കൽ ടാസ്കിൽ പോലും ഇത് എനിക്ക് കിട്ടിയ ടാസ്കാണെന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് ആര്യനെ രക്ഷിക്കാൻ ജിസേൽ ശ്രമിച്ചു. ഹൗസിലെ ഏറ്റവും മാനിപ്പുലേറ്റീവ് മത്സരാർത്ഥിയാണ് ജിസേൽ. ടാസ്കുകളിൽ ഇവരുടെ കോംബോ ഗെയിമിംഗ് ഇതുവരെ പലയിടത്തും വിജയിച്ചു. ഈ കോംബോയിലെ അടിമക്കണ്ണാണ് രണ. ജിസേലിൻ്റെ കാൽത്തിരുമൽ, ആര്യനെ പിന്തുണയ്ക്കൽ, ഇതൊക്കെയാണ് രണയുടെ മെയിൻ പരിപാടി. മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഇവരുടെ മനോനില ഇന്ന് ഹൗസിനും പുറത്തും ചർച്ചയാകുന്നു. പുറത്തു വലിയ വിലയില്ലെങ്കിലും ആര്യൻ ജിസേൽ കോംബോ അകത്ത് വളരെ സ്വാധീനവും ശക്തവുമാണ്. ഹൗസിലെ ഈ പവർ ഡൈനാമിക്സ് ഇനി കയറാൻ പോകുന്ന വൈൽഡ് കാർഡുകൾക്കും ഉപയോഗിക്കുവാൻ പറ്റും എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. നിരവധി പേരാണ് പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുമായി എത്തുന്നത്. ആര്യൻ മാനസിക രോഗിയാണോ? അസ്ഥാനത്ത് ചിരിക്കുന്നു, കരയുന്നു, പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. നോർമൽ കോമൺ സെൻസ് ഉള്ളവർ കാണിക്കുന്ന പ്രവൃത്തികളാണോ ആര്യൻ കാണിക്കുന്നത്? വളരെ ചീപ്പ് പേഴ്സൺ. ആര്യനും ജിസേലും മറ്റുള്ളവരെ പുച്ഛിക്കുന്നു. അവർ തമ്മിൽ ഹിന്ദിയും ഇംഗ്ലീഷിലുമാണ് അധികവും സംഭാഷണം. രണ്ടിനും ഫിസിക്കൽ ടാസ്ക് ചെയ്യുവാനും കഴിവുണ്ട്. അതുകൊണ്ട് ഹൗസിനുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഇവരെ തലയിൽ വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ.